അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വടക്കുംനാഥ ക്ഷേത്രം കാണുന്നതിനായിട്ട് പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രം. നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ്. ഒരുപാട് സ്ഥലങ്ങൾ, ഇങ്ങനെ ഏക്കറുകളോളം ഭൂമിയുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂരിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകുവശത്തായിട്ടാണ് തിരുവമ്പാടി ക്ഷേത്രവും ഉള്ളത്. അങ്ങനെ അവിടെയും കയറി. ഒരു നല്ല രസമാണ് അവിടെ കാണുന്നതിന്. ഉള്ളിലൊക്കെ നല്ല ദർശനം കിട്ടി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അധികം ആളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ശിവരാത്രി അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് തൊഴുവാനും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഉത്രാളിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. ഉത്രാളിക്കാവ് ഗ്രാമീണ ഭംഗി കൊണ്ട് വളരെ മനോഹരമായ ക്ഷേത്രമാണ്. രണ്ട് സൈഡിലും നിറയെ പാടങ്ങളും അതിൻ്റെ നടുക്കൂടെ ഒരു റോഡും ഉള്ളതാണ് ഈ ഉത്രാളിക്കാവ്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. റെയിൽവേ ഇതുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ട്രെയിൻ പോയി. പക്ഷേ പിന്നീട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും ട്രെയിനൊന്നും വന്നില്ല. അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവിടെ പൂരം നടക്കാൻ വേണ്ടിയിട്ട് എല്ലാമൊക്കെ പിറ്റേ ദിവസം തന്നെ പൂരത്തിന് കൊടിയേറുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് രണ്ട് സൈഡിലും വയലുണ്ട്. വയലിൽ ഇപ്പം കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം നെൽപ്പാടങ്ങളെല്ലാം ഇങ്ങനെ വരണ്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നിട്ടത് നല്ല നെൽപ്പാടങ്ങളായിട്ട് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇപ്രാവശ്യം അത് നല്ല കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ഇനി പൂരമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ കൃഷി ഇടത്തേ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. ഒരുപാട് വലിയ ക്ഷേത്രമൊന്നുമല്ല, എന്നാൽ കാവാണ്. നമ്മുടെ ഭരതൻ്റെ സിനിമകളിലൊക്കെ പറയുന്ന ഉത്രാളിക്കാവ് ക്ഷേത്രമാണ്. അത് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആ ക്ഷേത്രം കാണാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി കരുതുന്നു. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട ഒരു വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. പിന്നീട് ഞങ്ങൾ പോയത് തിരുവില്വാമല ക്ഷേത്രമാണ്. തിരുവില്വാമല ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ശീവേലി നടക്കുകയായിരുന്നു. വലിയൊരു ക്ഷേത്രമാണ്. അങ്ങനെ ശീവേലി കണ്ടു. പിന്നീട് പാലക്കാടുള്ള കൽപ്പാത്തി ക്ഷേത്രമാണ്. അന്നേരം ഏകദേശം ഉച്ചയായി. അങ്ങനെ അവിടെ പണി നടക്കുന്നത് കൊണ്ട് ഇന്ന് അമ്പലം നേരത്തെ അടച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറാൻ പറ്റിയില്ല. നേരത്തെ അവിടെ വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് അവിടെ ഉള്ളിൽ കയറാൻ പറ്റാഞ്ഞതിൽ വലിയ വിഷമമില്ല. എങ്കിലും വെളിയിലൊക്കെ നിന്ന് കൽപ്പാത്തി തെരുവിലെ ഫോട്ടോയും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. രഥമൊക്കെ അവിടെ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ കണ്ടു. അതിനുശേഷം എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്നു. ഏകദേശം 3 മണിയോടുകൂടി ഒരു നല്ല ഹോട്ടൽ കണ്ടെത്തി. എല്ലാ ഹോട്ടലിലും നോൺ വെജ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പളനിയിലേക്ക് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കി ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ ഹോട്ടലിൽ എത്തിച്ചേർന്നത്. നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും വളരെ സംതൃപ്തിയോടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഉച്ചക്കലത്തെ വിശക്കുന്നത് കൊണ്ട് എല്ലാവരും വളരെ ധൃതി പിടിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ പോയത് പളനിയാണ്. പളനിയിലെത്തിയപ്പോൾ ഏകദേശം വൈകിട്ട് പിന്നെ റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം എല്ലാവരും തങ്കത്തേര് കാണുന്നതിനായിട്ട് നമ്മൾ മുകളിലേക്ക് പോയി. അവിടെയും നമ്മൾ ക്ലോക്ക് റൂമിൽ മൊബൈൽ വെക്കണം. വെളിയിൽ നിന്നുള്ള ഫോട്ടോയൊക്കെ എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കാവടിയൊക്കെ എടുത്ത് നമ്മൾ പളനിയൊക്കെ തലേ ദിവസം പോയി തങ്കത്തേരൊക്കെ കണ്ടു. പിറ്റേ ദിവസം രാവിലെ കാവടിയൊക്കെ എടുത്ത് ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടി. അതിനുശേഷം ഞങ്ങൾ തമിഴ്നാട്ടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തിരിച്ച് വരികയാണ് നാട്ടിലോട്ട്. വരുന്ന വഴിക്കുള്ള ചില ക്ഷേത്രങ്ങളിലും കൂടെ കയറി. പിന്നീട് വരുന്ന വഴിക്ക് ഞങ്ങൾ ടെമ്പിൾ സിറ്റി എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി. എല്ലാവർക്കും ഊണ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല ഹോട്ടലാണ്. ഒരുപാട് നല്ല ഹൈജീനിക് ആയിട്ടുള്ള വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. അവിടെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ അതേപോലെ ഒരുപാട് നമ്മുടെ ഈ ആഭരണപ്പെട്ടി അതേപോലത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് വിൽക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിച്ചു. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നീട് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിൽ കയറി. വളരെ നല്ല ഒരു ക്ഷേത്രമാണ്. ഗോപുരമൊക്കെ ഭയങ്കര വലിയ ഗോപുരം.
അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതിയാവത്തില്ല. അത്രയ്ക്ക് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് കണ്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. എല്ലാവർക്കും തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. എങ്കിലും എല്ലാവരും ആ ഗോപുരത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയും അവിടെ നിന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ആളുകൾ അവിടെ റെസ്റ്റ് എടുക്കുന്നത് കണ്ടു ഗോപുരത്തിന് അടുത്ത് നിന്ന്. പക്ഷേ അവിടെയും ഫോൺ നമുക്ക് ഉള്ളിൽ കൊണ്ട് കയറാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ്. എങ്ങും നമുക്ക് ഫോൺ ഉള്ളിൽ കൊണ്ട് കയറാൻ പറ്റത്തില്ല. പിന്നീട് ഞങ്ങൾ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരികയാണ്. ഏകദേശം ഒരു 9:30 മണിയോടുകൂടി ഞങ്ങൾ നാട്ടിലെത്തിച്ചേർന്നു. തമിഴ്നാടിൽ ഒരുപാട് കൃഷിയും നമ്മുടെ പണ്ടത്തെ കേരളം പോലെ തോന്നിക്കുന്നത് ഇപ്പം തമിഴ്നാട്ടിൽ പോയാലേ ഉള്ളൂ. ഇതേപോലെ നെൽപ്പാടങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ മാത്രമേ ഇപ്പം കാണാനുള്ളൂ. കേരളത്തിൽ ഇപ്പം നെൽപ്പാടങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ അതൊക്കെ എടുത്തു. അതുപോലെ മലനിരകളും ഒക്കെ നല്ല ഭംഗിയാണ്. ഇപ്പോഴും അവർ ആ ഗ്രാമീണ ഭംഗി നിലനിർത്തിക്കൊണ്ടുള്ള വികസനങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇപ്രാവശ്യത്തെ പളനി ടൂറ്. ഒരുപാട് നമ്മൾ കാണാത്ത അമ്പലങ്ങളൊക്കെ എല്ലാ വർഷവും പോയി സ്ഥിരം കാണുന്ന അമ്പലങ്ങൾ ഒഴിവാക്കി നമ്മൾ പോയിട്ടില്ലാത്ത അമ്പലങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം കൂടുതലും കാണാൻ കഴിഞ്ഞത്. അത് വളരെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നമ്മൾ പളനി ട്രിപ്പ് പോയി വരാൻ പറ്റി. ഇനി അടുത്ത വർഷവും ഇതേപോലെ പോകാനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.